പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യത്തോട് ഒരു അഭ്യർത്ഥന നടത്തി. അതായത് നമ്മുടെ ചെലവുകൾ ചുരുക്കാൻ വേണ്ടിയിട്ടാണ് സ്വർണം വാങ്ങുന്നത്, വിദേശയാത്ര അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇന്ദിരാഗാന്ധി മുതൽ പല രാജ്യത്തിൻ്റെ മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും എല്ലാം ഇതേ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിട്ടില്ല. അന്നില്ലാത്ത കുഴപ്പമാണ് ഇന്നിത് കേൾക്കുമ്പോൾ പലർക്കും ഹാലിളകുന്നത്. ശരിയല്ലേ സർ? അല്ല, അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ പലരും സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കാറുണ്ട്. പല സ്റ്റേറ്റ്മെൻറ്റുകളും നടപ്പിൽ വരുത്താൻ ഉദ്ദേശമില്ലാത്തതാണ്. അത് അവരുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി 1967 ജൂൺ മാസം 6 മറ്റാണ് അതെ. ആദ്യത്തെ പ്രസ്താവന ഉണ്ടാകുന്നത്. അന്ന് അതിൽ പറഞ്ഞത് അവർ അധികാരത്തിലേക്ക് എത്തിയിട്ട് ഉടനെ തന്നെ ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രസ്താവന ഇറക്കി. ഇന്ത്യയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്വർണം ആളുകൾ ബഹിഷ്കരിക്കാൻ വേണ്ടി തയ്യാറാണ്, അതിൻ്റെ അളവ് കുറയ്ക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അത് സമാനമായിട്ടുള്ള രീതിയിലാണ് 1991 അന്നത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി മൻമോഹൻ സിംഗ് ആണ്. 1991 ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിട്ട്, മറ്റേ നരസിംഹറാവുവിന് സമയത്ത് മൻമോഹൻ സിംഗ് ആയിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി. ആ സമയത്ത് ധനകാര്യ രംഗത്തിലുള്ള വളരെ വിദഗ്ധനായിരിക്കുന്ന മൻമോഹൻ സിംഗും സമാനമായിട്ടുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ സ്വർണത്തിന് ഉപയോഗം കുറയ്ക്കണം. കാരണം സ്വർണത്തിൻ്റെ വില ഒരിക്കലും നാട്ടിൽ വർദ്ധിച്ചു പോകുന്നത്, ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാം ഭൂമിയുടെ വിലയുടെ വർധനവിൻ്റെ അത്ര സ്വർണത്തിൻ്റെ വില വർധനവ് വന്നിട്ടുണ്ടോ? സ്വർണത്തിൻ്റെ വില വർധനവ് ആരെയാണ് ബാധിക്കുന്നത്? അത് സാധാരണക്കാരനെയാണ് ബാധിക്കുന്നത്, അത് സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് പല സ്ഥലത്തും വിവാഹത്തിൻ്റെ മുടക്കം വരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സ്വർണത്തിൻ്റെ ഇല്ല. നമ്മൾ ഇയാൾ കലാഭവൻ മണിയുടെ ഒരു പാട്ടൊക്കെ ഉണ്ട്, നിന്നെ കണ്ടാൽ എന്നെക്കാളും ചന്തം തോന്നും എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ട് നിനക്കൊരു കമ്മലില്ല, എനിക്കൊരു കൊലുസില്ല, എനിക്ക് എൻ്റെ കാതിൽ എൻ്റെ കഴുത്തിൽ മാലയില്ല. ഇത്തരം കാര്യങ്ങൾ പറയുന്ന പെൺകുട്ടികളുടെ ചരിത്രമാണ് ഭാരതത്തെ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രധാനമന്ത്രിമാരും ധനകാര്യ വകുപ്പ് മന്ത്രിമാരും ഒക്കെ ഇതുപോലെ നേരത്തെ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. 2013 മൻമോഹൻ സിംഗ് വീണ്ടും പ്രധാനമന്ത്രിയായി 14. ആ സമയത്ത് 13 ആണ് ആദ്യം ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് ചിദംബരം അന്ന് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ആ സമയത്ത് അവർ ഇതേപോലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത് ഒരു സമയത്തും സ്വർണത്തിൻ്റെ വില അമിതമായിട്ട് വർദ്ധിച്ചു വരുന്നത് നാടിന് ഗുണകരമല്ല, നാടിന് ദൂഷ്യമാണ് സംഭവിക്കുക. പൊതു സംവിധാനങ്ങൾ ജനങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ സാധിക്കണം. വിദേശങ്ങളിലേക്കുള്ള യാത്രകൾ അകാരണമായിട്ട് യാത്ര ചെയ്യുന്ന നാടിന് ഗുണകരമല്ല. ഇത്യാദി കാര്യങ്ങളാണ് ഇന്നലെ ഇദ്ദേഹം നരേന്ദ്രമോദി പറഞ്ഞത് ശരിക്കതാണ്. ഇതെല്ലാം പറയാനുള്ള കാരണം ഈ നാടിൻ്റെ ക്ഷേമത്തെ ലാക്കാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു നാടിനെ സംബന്ധിച്ചും അമിതമായുള്ള രീതിയിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് വേണ്ടി സാധ്യമല്ല. ഇന്ത്യയിൽ പലപ്പോഴും സ്വർണം പുറത്ത് നിന്ന് ഇറക്കുമതി ചെയ്യണം, അതേപോലെ തന്നെ പെട്രോൾ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യണം, പല സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യണം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ കൂടുതൽ വിനിയോഗത്തിന് പകരമായിട്ട് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരിക്കലും ഒരു നാടിന് ക്ഷേമകരമല്ല. ഇത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് തിരിച്ചറിയാം. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ജനങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 60 വർഷം കഴിഞ്ഞിട്ടും ഭാരതത്തിലെ 50% ആളുകൾക്ക് പോലും ഇവിടെ കിടക്കാൻ ഒന്ന് കയറി കിടക്കാൻ വേണ്ടിയിട്ട് വീടുണ്ടായിരുന്നില്ല. അവർക്ക് പോകാൻ കക്കൂസുകൾ വീടുകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കൊണ്ടുവന്നാരാ? ഇതെല്ലാം കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ജനങ്ങളുടെ ആർഭാടപരമായിരിക്കുന്ന ജീവിതത്തിനല്ല അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്, ജനങ്ങളുടെ ക്ഷേമത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. ആ ജനത്തിന് ക്ഷേമത്തിന് കൊടുക്കുന്ന സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ്. ഇവിടെ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും, ഗ്യാസിൻ്റെ വില വർധനവ് വന്നു, കുടുംബങ്ങളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വില കൂടി പെൺകുട്ടികളെ ബാധിക്കുന്നു, അവർ വിവാഹത്തെ ബാധിക്കുന്നു. നമ്മളിന്ന് എത്രയും പറയുന്ന ഫെമിനിസം ഒക്കെ പറഞ്ഞാലും എല്ലാവരും 100 പവൻ്റെ വരേക്കുള്ള സ്വർണ്ണം ഉപയോഗിക്കുന്നവരാണ് പലരും. ഇത് വാസ്തവത്തിൽ മാന്യമാണോ ശരിയാണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഒരു വിവാഹത്തെ സംബന്ധിച്ച് വിവാഹം നടക്കുന്നതിനും നടക്കാതിരിക്കുന്ന സ്വർണത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഒരു കാരണമാകാൻ വേണ്ടി പാടില്ല. ഇന്ന് കേരളത്തിലടക്കം അങ്ങനെ സംഭവിക്കുന്നത്. കേരളത്തിൽ നമ്മൾ വളരെ മാന്യന്മാരായിരിക്കുന്ന, കേരളത്തിൽ പഴയൊരു മന്ത്രിയുണ്ട്, ആ മന്ത്രിയുടെ മകൻ കല്യാണം കഴിച്ച സമയത്ത് സ്വർണ്ണമാല ഒരു ജ്വല്ലറി തന്നെ വന്നു എന്നാണ് ചില ആളുകൾ തമാശയായിട്ട് പറഞ്ഞത്. കാരണം ആ പെൺകുട്ടിയെ കണ്ട സമയത്ത് പെൺകുട്ടിയുടെ മുഖം മാത്രമേ കണ്ടുള്ളൂ എന്നാണ്. മുഖമൊഴിച്ച് ബാക്കി സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന സ്ത്രീകളെ വ്യാപകമായിട്ട് കല്യാണ പന്തലിൽ കാണുന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമിതിക്കകത്ത് പോലും വലിയ ചർച്ചയായിട്ട് വന്നത് കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ സ്ത്രീകളെ കൊണ്ട് വ്യാപകമായിട്ടുള്ള രീതിയിൽ
വലിയ തോതിൽ അവരെ കൊണ്ട് സ്വർണം ധരിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരന്മാരെന്ന് പറയുന്നത് ഈ പറയുന്ന പുരുഷ മേധാവിത്വം ലക്ഷ്യമാക്കിയിട്ടുള്ള ആളുകളാണ്. അത് പലപ്പോഴും സ്ത്രീകളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അവർക്ക് നടക്കാൻ വേണ്ടി സാധ്യമല്ല. ഇപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിലടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ് സ്ത്രീകളാണ്. അത് ശാരീരികമായിട്ടുള്ള പീഡനം മാത്രമല്ല, അവരുടെ സ്വർണം തട്ടിപ്പറിക്കുന്നു. പല സ്ഥലത്തും നമ്മൾ കേൾക്കാറുണ്ടല്ലോ, സാമ്പത്തികമായിട്ടുള്ള പരാധീനത നിമിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ മോട്ടോർ വെഹിക്കിൾ നിർത്തുന്നു, സ്ത്രീകളുടെ കഴുത്തിൽ കാണുന്ന മാല പിടിച്ചു വാങ്ങുന്നു. അങ്ങനെ ഒരു മാലയ്ക്ക് പകരം 3-4 മാലകൾ ധരിക്കുന്ന ആളുകളിൽ നിന്ന് ആളുകളെ പ്രേരിപ്പിക്കുന്നതും ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്ന രണ്ടും ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇത് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ, കേരളത്തിൻ്റെ ആളുകളുടെ സാമൂഹ്യ ജീവിതത്തെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കേരളത്തെ മാത്രമല്ല, മൊത്തം ഭാരതത്തെ ബാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത്, നിങ്ങൾ സ്വർണത്തിൻ്റെ ഉപയോഗം കുറയ്ക്കണം. സ്വർണത്തിൻ്റെ ലക്ഷക്കണക്കിന് റുപ്യയുടെ ഇപ്പം സ്വർണത്തിന് 1 ലക്ഷത്തിന് വില 1.15 12 എന്നാണ് പറഞ്ഞു. ഇന്നലെ 3000 കുറഞ്ഞു. ഈ പറയുന്ന 1.15 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 പവൻ്റെ സ്വർണം കൊടുക്കാൻ തീരുമാനിക്കുന്ന സാധാരണ കുടുംബങ്ങൾ എത്ര ലക്ഷം രൂപ ഉണ്ടാക്കണം? 10 ലക്ഷം 15 ലക്ഷം രൂപയാണ് ഒരു കല്യാണത്തിന് സ്വർണത്തിന് വേണ്ടിയിട്ട് മാത്രം വരുന്ന ചിലവ്. ഒരിക്കലും സ്വർണത്തിൻ്റെ വിലയിൽ 1 പവൻ്റെ മാലയൊന്നും കിട്ടില്ല. അത് മാല കിട്ടണമെങ്കിൽ 1.5 ലക്ഷം രൂപ വരേക്കും ചിലവ് വരുന്നുണ്ട്. അങ്ങനെ വലിയ ചിലവ് വരുന്നതിൻ്റെ പിന്നിലുള്ളത് വലിയ ചെലവിലേക്ക്, കടക്കണിയിലേക്ക് ഈ പറയുന്ന സാധാരണ കുടുംബക്കാരെ ആക്കി തീർക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഈ പറയുന്ന ജ്വല്ലറി അടക്കമുള്ള പലരുമാണ്. അവർക്കൊക്കെ ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട്. അവിടെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്, സ്വർണത്തിൻ്റെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കണം. അങ്ങനെ നിങ്ങൾ സ്വർണത്തിന് ഉപയോഗം ഇപ്പം നമ്മളിപ്പോൾ ഫെമിനിസ്റ്റ് സംഘടനകൾ, എൻ്റെ ഒരു ആവശ്യമുള്ളത്, അവരെന്തുകൊണ്ട് ഈ വിഷയം ഏറ്റെടുക്കാത്തത്? അവർ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ അവരുടെ മക്കൾക്ക് അവർ തീരുമാനിക്കണം, അവർ വിവാഹത്തിന് ഈ പറയുന്ന സ്വർണം കൊടുക്കില്ല എന്ന് തീരുമാനിക്കണം, സ്വർണം വാങ്ങിക്കില്ല എന്ന് അവർ തീരുമാനിക്കണം, സ്വർണത്തിൻ്റെ ഉപയോഗം കുറയ്ക്കണം. അങ്ങനെ ഉപയോഗം കുറയ്ക്കുന്ന സമയത്താണ് സാധാരണ പെൺകുട്ടികൾക്ക് അവരുടെ സമൂഹത്തിൽ അവർക്ക് മാന്യമായിട്ടുള്ള സ്ഥാനം, സ്വർണം ഒരു നമ്മുടെ ഒരു മാന്യത നിശ്ചയിക്കുന്നതിൻ്റെ മാനദണ്ഡമായിട്ട് മാറാൻ വേണ്ടി പാടില്ല. അതിന് പകരമായിട്ട് സ്വർണമില്ലാത്ത സ്ത്രീക്ക് പോലും സമൂഹത്തിൽ മാന്യമായിട്ടുള്ള സ്ഥാനമുണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പൊതുസമൂഹം സ്വർണത്തിൻ്റെ വ്യാപകമായിട്ട് ഉപയോഗത്തിൽ നിന്ന് അവർ മാറേണ്ടത് ആവശ്യമാണ്. അവർ കുറയ്ക്കണം. അവരെ ഉപയോഗം കുറയ്ക്കുക. ഇപ്പം നിങ്ങളുടെ സമ്പത്തിൻ്റെ ഏറ്റവും കൂടുതൽ ലക്ഷണമായിട്ട് കാണുന്നത്, ഞാൻ 100 പവൻ്റെ സ്വർണം മകൾക്ക് കൊടുത്തു, 150 പവൻ കൊടുത്തു, 500 പവൻ കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു സാമൂഹ്യ മാന്യതയുടെ ലക്ഷണങ്ങളല്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം എറണാകുളം പോലെയുള്ള പട്ടണങ്ങളിൽ ഇവിടെ ഹോട്ടലുകളേക്കാൾ വളരെ കൂടുതലുള്ളത് ഇന്നിപ്പോൾ സ്വർണ്ണക്കടകളാണ്. എല്ലാ സ്ഥലത്തും ജ്വല്ലറികൾ ആരംഭിക്കുകയാണ്. ഒരു റോഡിൽ മാത്രം 5-10 ജ്വല്ലറി ഉള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പം ഇവിടെയെല്ലാം സ്വർണത്തിന് വലിയ തിരക്കാണ്. അരിക്ക് റേഷൻ കടയിൽ പോകുന്നതിനേക്കാൾ കൂടുതലായി ആളുകൾ പോകുന്നത് ജ്വല്ലറിയിലേക്കാണ് പോവുക. അങ്ങനെ അമിതമായിട്ടുള്ള സ്വർണത്തിൻ്റെ ഒരു ആർത്തി. ഇതേ പ്രശ്നങ്ങൾ തന്നെ പഴയ കാലത്തുണ്ടായിരുന്നു. നമ്മുടെ നോട്ട് നിരോധനം വന്നല്ലോ. നോട്ട് നിരോധനം വന്ന സമയത്തും 2000-ൻ്റെ നോട്ട് ഇല്ലാണ്ടായി, 1000-ൻ്റെ നോട്ടുകൾ നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം വച്ചിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ATM കൗണ്ടറിൽ ക്യൂ നിന്നു, ആ ക്യൂ നിന്നിട്ട് ആൾ പിടഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ വാർത്ത എഴുതിയിട്ടുള്ള കേരളത്തിലെ മാധ്യമങ്ങളുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ആ നോട്ട് നിരോധനം വന്നതുകൊണ്ടാണ് കേരളത്തിലടങ്ങുന്ന വ്യാപകമായിട്ട് ഇന്ത്യയിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അന്ന് അവർ പറഞ്ഞു, നിങ്ങളെല്ലാവരും നോട്ടിലേക്ക് ജീവിക്കാൻ പറ്റില്ല, സാധാരണ ഗൂഗിൾ പേ സാധിക്കില്ല, ഇതൊക്കെ സാധാരണക്കാരൻ ഇവിടെ ആരാ ചെയ്യുക? കേരളത്തിൻ്റെ അസംബ്ലിയിൽ പോലും ചർച്ച നടത്തി. കേരളത്തിൻ്റെ മഹാപണ്ഡിതനായിരിക്കുന്ന ഒരു മന്ത്രി, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിലൊന്നും അല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ഡിഗ്രി ഉള്ളത് കയറിവിരിക്കുന്ന തൊഴിലാളികളുടെ സാമ്പത്തിക വരുമാനത്തെ കുറിക്കുന്ന 15 കൊല്ലക്കാലത്തെ ചരിത്രത്തിന്റെ പേരിൽ അതിൽ ജീവിതചര്യയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന പ്രബന്ധത്തിന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടി. പക്ഷേ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കരിക്കു തൊഴിലാളികൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ മത്സ്യം മേടിക്കുന്നവരെന്ത് ചെയ്യും, ഞങ്ങളുടെ സാധാരണ കയറ് വിരിക്കുന്നവരെന്ത് ചെയ്യും, ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ത് ചെയ്യും എന്നൊക്കെയാണ് ഈ പറയുന്ന മന്ത്രി നിയമസഭയിൽ ചോദിച്ചത്. പക്ഷേ സംഭവം ഉണ്ടായത്, കേരളത്തിലെ സർവ്വജനങ്ങളും സർവമാന ജനങ്ങളും ഓട്ടോറിക്ഷക്കാരും തുടങ്ങുന്ന മുഴുവൻ ആളുകളും ഇത് ഏറ്റെടുത്തു എന്നുള്ള മാത്രമല്ല, എല്ലാവരും ഇന്നിപ്പോൾ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നുണ്ട്. സമാനമായി രാജ്യത്തിന്റെ ധനം, അതായത് വിദേശ കറൻസിയുടെ ഒരു റിസർവ് ഉണ്ടല്ലോ, ആ റിസർവ് രാജ്യത്തിന് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഇത് പറയുന്നത്. അത് തന്നെയാണ് സാർ. ഇപ്പോൾ ഫ്യൂൽ പ്രൈസിനെ പറ്റിയിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറയുന്ന നമ്മൾ പൊതുഗതാഗതം ഉപയോഗിക്കണമെന്ന് വീരപ്പ മൊയ്ലി 2013 പറഞ്ഞു, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം പൊതുഗതാഗതം മാത്രം ഉപയോഗിക്കുക, സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞു. അന്നൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു. ചിദംബരം പറഞ്ഞപ്പോഴും പ്രശ്നമില്ലായിരുന്നല്ലോ സാർ. അല്ല, അതിന് കാരണം ചിദംബരം പറഞ്ഞ സമയത്തും വീരപ്പ മൊയ്ലി പറഞ്ഞ സമയത്തും മൻമോഹൻ സിംഗ് പറഞ്ഞ സമയത്തും ഇന്ദിരാഗാന്ധി പറഞ്ഞ സമയത്തും ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉദ്ദേശമില്ല.
പറച്ചിൽ മാത്രമേ ഉള്ളൂ. പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. നരേന്ദ്രമോദി പറഞ്ഞ് ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ. അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ പൊതുഗതാഗതം ഉപയോഗിക്കണം, എല്ലാവരും മറ്റേ പൊതുവാഹനങ്ങളെങ്കിൽ ആഴ്ചയിൽ ദിവസം നിങ്ങൾ യാത്ര ചെയ്യണം, നിങ്ങൾ സ്വർണത്തിന് ഉപയോഗം കുറയ്ക്കണം. ഈ തരത്തിൽപ്പെട്ട വേണ്ടാത്ത കാര്യങ്ങളെ സംബന്ധിച്ച്, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള നിഷ്കർഷയുള്ള ആളാണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ നോട്ട് നിരോധനം, ഇതിനു മുമ്പ് നോട്ട് നിരോധനമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. 1997 1000 നോട്ട് നിരോധിച്ചല്ലോ. എന്നിട്ട് എന്തുണ്ടായത്? ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം പിന്നെ നോട്ടൊക്കെ നിരോധനം ഉണ്ടായി. പക്ഷേ നരേന്ദ്രമോദി നോട്ട് നിരോധിച്ച സമയത്ത്, നോട്ടിന്റെ വിനിമയത്തെ നിയന്ത്രണങ്ങൾ കൊണ്ട സമയത്ത് അത് ഇന്ത്യയിൽ വലിയ ചർച്ചാ വിഷയമായി. സർ, ഈ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഗൾഫ് മേഖലയിലെ യുദ്ധം തുടങ്ങി ഹോർമൂസ് അടഞ്ഞിട്ട് ഏതാണ്ട് 74 ദിവസമായി. അതെ, 75 ദിവസമായി. 75 പക്ഷേ ദിവസമായി. 74 ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ഒരു അഭ്യർത്ഥന വയ്ക്കുന്നത്. ഇന്നലെ വരെയും നമ്മുടെ ഇവിടെ ഫ്യൂൽ പ്രൈസ് വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്, ഇന്ന് വരെയും വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലടക്കം, എണ്ണ രാജ്യങ്ങളിലടക്കം നിരവധി ശതമാനം വലിയ തോതിൽ ഇത് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ചൈനയിൽ വർദ്ധിച്ചില്ല. വർദ്ധിച്ചു. കാരണം ഇന്ത്യയുടെ കയ്യിൽ ഏകദേശം 60 ദിവസക്കാലത്തേക്കുള്ള ഫ്യൂയിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതെ. ഇവിടെ നിരവധി അതിൻ്റെ ഗോഡൗൺസുകൾ ധാരാളം ഉണ്ട്. അവിടെയൊക്കെ വലിയ സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ അങ്ങനെ ഇതൊന്നും തിരിച്ചറിയാതെ കണ്ട് എത്ര വില കൂടിയാലും കുഴപ്പമില്ല, ഇവിടെ വില വർദ്ധിപ്പിക്കരുത് എന്നൊക്കെ പറയുന്ന ചില ആളുകൾ ഇന്ത്യയുടെ ക്രമസമാധാനം തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അല്ലാത്തവരെ സംബന്ധിച്ചൊന്നും പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചില ജൽപ്പനങ്ങൾ, ഇതിനെതിരായിട്ടുള്ള സ്വർണം മേടിക്കുന്നത്, എന്തുകൊണ്ട് സ്വർണം മേടിച്ചൂടാ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവർ ഇന്ത്യയെ ഏറ്റവും വേഗം നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്ത്യ അത്തരത്തിൽ നാശത്തിൻ്റെ വക്കിലേക്ക് പോകില്ല. മറിച്ച് ജനങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് ഭാരതത്തിൻ്റെ ജനത വലിയ സ്ഥാനം കൊടുക്കും. അവർ സ്വർണത്തിന് ഉപയോഗം അവർ കുറയ്ക്കും. അവർ അതേപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന നിർത്തിയിട്ട് പൊതുവാഹനങ്ങളിലേക്ക് അവർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു വലിയൊരു തോതിലുള്ള ഒരു മാറ്റം ഭാരതത്തിലുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി മുമ്പൊരു ആഹ്വാനം നടത്തിയിരുന്നു, ഗ്യാസ് സബ്സിഡിയുടെ കാര്യത്തിൽ. അന്ന് 1 കോടി പേരാണ് അത് വേണ്ട എന്ന് വെച്ചത്, ഇന്ത്യയിലെ ജനങ്ങൾ. അത് ജനങ്ങളെ ഏറ്റെടുക്കുന്നത്. കാരണം ജനങ്ങളെ സംബന്ധിച്ച് ഒരു ആഹ്വാനം നടത്തുന്ന ആളുടെ ആത്മാർത്ഥതയാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞ മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരും ചില മുഖ്യമന്ത്രിമാരുടെ ഒന്നും ആത്മാർത്ഥയില്ലാത്ത വാക്കുകളാണ്. വെറുതെ കയറി പറഞ്ഞതാ അത്. ഇത് വെറുതെ കയറിയല്ല പറയേണ്ടത്. കൃത്യമായിട്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ വർജിക്കേണ്ടത് അനിവാര്യമാണെന്നുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്ന സമയത്ത് അത് സാധാരണക്കാരന് തോന്നുന്നുണ്ട്. അത് സാധാരണക്കാരൻ അത് വർജിക്കുക തന്നെ ചെയ്യും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്യാസ് സബ്സിഡിയുടെ കാര്യം. വെറുതെ ഒരു ആഹ്വാനം നടത്തുന്ന സമയത്താണ് 1 കോടി ജനങ്ങളാണ്, 1 കോടി കുടുംബങ്ങളാണ് സബ്സിഡി വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ അത്തരമുള്ള ആളുകൾ ഈ പറയുന്ന സ്വർണത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായ രീതിയിൽ ഇന്ത്യയിലെ 1,15,000 രൂപ എന്നുള്ളത് ഒരു 65,000 രൂപ 50,000 രൂപയ്ക്ക് ഈ സ്വർണത്തിൻ്റെ വില താഴുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.